അല്ല, യോഗ്യതയൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് എല്ലാവരുടെയും യോഗ്യതയൊന്നും തീരുമാനിക്കാനുള്ള അധികാരമൊന്നും ജനങ്ങൾ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം ഞാൻ അന്വേഷിച്ചു. ഈ നിരന്തരം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് കുറേ ദിവസം കൊണ്ട് അദ്ദേഹം പറയുന്നതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു. അപ്പം എനിക്ക് മനസ്സിലായത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ചിലർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കുറച്ച് ദിവസം കഴിയുന്നത് മാറിക്കോളും, യോഗയൊക്കെ ചെയ്താൽ മതിയാവും, അല്ലാതെ പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവിടുത്തെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കുടിവെള്ള പ്രശ്നത്തിൽ വാട്ടർ അതോറിറ്റി മറുപടി പറയണം. മാത്രമല്ല, ഇത്രയും കാലം 10 വർഷം സംസ്ഥാനം ഭരിച്ച പിണറായി ഗവൺമെൻറ്റും അതിൽ മന്ത്രിയായ ശ്രീ ശിവൻകുട്ടിയും അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വെള്ളം എത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന ലീക്കേജ് പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷമായി അവരെന്താണ് ചെയ്തിട്ടുള്ളത്? വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേഷൻ വിളിച്ച യോഗത്തിൽ വന്ന് പറഞ്ഞത് അവർ നിസ്സഹായരാണ്. ഈ അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം ഇവിടെ എത്തുന്നില്ല, ലീക്കായി പോകുന്നു. ഇത് പരിഹരിക്കാൻ ഒരു മെക്കാനിസം ചെയ്തിട്ടില്ല. അതാണ് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം. അതിനവർ മറുപടി പറയണം.